ലോകത്തിന് മുന്നിൽ അത്ഭുതങ്ങൾ കാഴ്ചവെക്കുന്നവരാണ് UAE ഭരണകർത്താക്കൾ. അസാധ്യമെന്ന് മറ്റുള്ളവർ പറയുന്നത് സാധ്യമാണെന്ന് തെളിയിച്ചു കൊടുക്കുന്ന ഭരണകർത്താക്കൾ. വിളഞ്ഞു നിൽക്കുന്ന ഈ 400 ഹെക്ടർ ഗോതമ്പ് പാടം, നല്ല സ്വർണ്ണ നിറത്തിലുള്ള ഗോതമ്പ് പാടം, ആ നിശ്ചയദാർഢ്യത്തിൻ്റെ തീരുമാനത്തിൻ്റെയൊക്കെ നല്ല തെളിവാണ്. ഫലഭൂയിഷ്ഠമായ മണ്ണില്ല, സമൃദ്ധമായ വെള്ളമില്ല, ആകെയുള്ളത് ഒരു നിശ്ചയദാർഢ്യമുള്ള ഭരണകൂടം, അത് നടപ്പാക്കാനുള്ള സംവിധാനം. അതുകൊണ്ടാണ് 400 ഹെക്ടർ ഗോതമ്പ് പാടം ഇത്തരത്തിൽ സ്വർണ്ണ നിറത്തിൽ വിളഞ്ഞു നിൽക്കുന്നത്. വിളവെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഭരണകൂടത്തിൻ്റെ ഉറച്ച തീരുമാനങ്ങളും ഇത് കൃത്യമായി നടപ്പാക്കാനുള്ള തുടർ നടപടികളുമാണ് എല്ലാ മേഖലയിലും ഇതുപോലെ നൂറുമേനി വിളവ് തരിക. 2022 മെയ് 30 ഈ മരുഭൂമിയിൽ ആദ്യ വിത്തെറിഞ്ഞത്. നമ്മുടെ നാട്ടിലും മന്ത്രിമാരോ നേതാക്കളോ ഒക്കെ വിത്തെറിയാറുണ്ട്, വൃക്ഷത്തൈ നടാറുണ്ട്. അത് പ്രത്യേക ദിനത്തിൽ, ഒരുപക്ഷെ പരിസ്ഥിതി ദിനത്തിലാകാം, മറ്റേതെങ്കിലും പ്രത്യേക വിശിഷ്ട ദിനങ്ങളിലൊക്കെ ആകാം. പക്ഷേ പിന്നീട് അവർ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാറില്ല. എന്നാൽ അങ്ങനെയല്ല ഷാർജ ഭരണാധികാരി. നവംബറിൽ അദ്ദേഹം ഇവിടെ വന്ന് മലീഹയിൽ വന്ന് വിത്തെറിയുന്നു. അതിനുശേഷം ഈ ചെടികളുടെ വളർച്ചയെക്കുറിച്ച് അദ്ദേഹം ഓരോന്നും എല്ലാ വിദഗ്ധരോടും ചോദിച്ചറിയുന്നു. പിന്നീട് ഓരോ ഘട്ടത്തിലും അതിൽ ഇടപെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സമൃദ്ധമായി ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. കാലാവസ്ഥ മനസ്സിലാക്കാനും പ്രവചിക്കാനും പ്രത്യേക സംവിധാനം, ത്രിതല സംവിധാനം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഗോതമ്പ് കൃഷിയൊക്കെ ഇത്രത്തോളം സമൃദ്ധമായി നിൽക്കുന്നത്. അടുത്ത 48 മണിക്കൂർ എന്തായിരിക്കും കാലാവസ്ഥ, മഴയ്ക്ക് സാധ്യതയുണ്ടോ, തണുപ്പ് കൂടാനിടയുണ്ടോ, മഞ്ഞിന് സാധ്യതയുണ്ടോ എന്നൊക്കെ പ്രവചിക്കും. അതിനനുസരിച്ചാണ് സ്പ്രിംഗ്ലർ സംവിധാനത്തിലൂടെ വെള്ളം നിയന്ത്രിക്കുന്നത്. ചൂട് കൂടുതലാണെങ്കിൽ കൂടുതൽ വെള്ളം എത്തിക്കും, അതോടൊപ്പം തന്നെ തണുപ്പുള്ള സമയമാണെങ്കിൽ വെള്ളത്തിൻ്റെ ലഭ്യത കുറയ്ക്കും. ഇത്രയ്ക്ക് ശാസ്ത്രീയമായാണ് കൃഷി ഇവിടെ നടത്തുന്നത്. Now we use the latest technology method here in the technology. You use the sensors in the soil, satellites in the sky, and the weather station here, sensors in all places in the site. All these sensors give me recommendation what can I do in this site. Yeah, from irrigation and if any disease in the crop, no problem. Tell me what is the next stage. What you do in the next stage? Now it is in yellow, is harvesting, and everything is give me from this sensors. മരുഭൂമിയിൽ കൃഷി ചെയ്യുമ്പോൾ സ്വാഭാവികമായും എവിടെ നിന്ന് വെള്ളം ലഭിക്കുന്നു എന്നുള്ളതാകും ഏറ്റവും വലിയ സംശയം. ഇതാണ് വെള്ളത്തിൻ്റെ സോഴ്സ്. ഇത് ഏതാണ്ട് 25 കിലോമീറ്റർ അകലെ ഹംദ എന്ന് പറയുന്ന സ്ഥലത്ത് കടൽ വെള്ളം ശുദ്ധീകരിച്ച് അതിനുശേഷം അവിടെ നിന്നും പമ്പ് ചെയ്ത് വെള്ളം ഇവിടെ എത്തിക്കുന്നു. ഇവിടെ വെള്ളം സംഭരിക്കുന്നു. ഇത് 16,000 ഘന അടി വെള്ളമാണ് ഇവിടെ സംരക്ഷിക്കുന്നത്. അതിനുശേഷം ആ കാണുന്ന 6 പമ്പുകളുണ്ട്. ആ 6 പമ്പുകളിൽ നിന്നുമാണ് കൃഷിയിടത്തിലേക്ക്, ഗോതമ്പ് പാടത്തിലേക്ക് വെള്ളം സദാസമയം പമ്പ് ചെയ്യുന്നത്. അവിടെ അത് സ്പ്രിംഗ്ലർ സംവിധാനമാണ്. അതായത് വെള്ളം വളരെ കൃത്യമായി തന്നെ നിയന്ത്രിച്ച് ഓരോ ചെടിക്കും എത്രത്തോളം വെള്ളം വേണം, ഓരോ കാലാവസ്ഥയിലും എത്രത്തോളം വെള്ളം വേണമെന്ന് നിശ്ചയിച്ച് സ്പ്രിംഗ്ലർ സംവിധാനത്തിലൂടെയാണ് അവിടെ ചെടിയുടെ അടുത്തേക്ക്, ഗോതമ്പ് ചെടിയുടെ അടുത്തേക്ക് വെള്ളമെത്തുന്നത്. ആരോഗ്യത്തിന് കഴിക്കുന്ന ഭക്ഷണം അപകടകാരിയായി മാറുന്ന വളപ്രയോഗമോ കീടനാശിനി പ്രയോഗമോ ഇല്ല. ഒരു ജനതയുടെ വിശപ്പ് എങ്ങനെ മാറ്റണമെന്നും ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണമെന്നും ഭരണകൂടത്തിന് നല്ല തിരിച്ചറിവുണ്ട്. ശാസ്ത്രവും സാങ്കേതികവിദ്യയും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഇവിടെ കൃഷി നടത്തുന്നത്. സാറ്റലൈറ്റ് സംവിധാനത്തിലൂടെയാണ് ഈ കൃഷിയിടത്തെ പൂർണ്ണമായും നിരീക്ഷിക്കുന്നത്. മാത്രമല്ല, ജോലിക്ക് ഇവിടെയുള്ളത് 10-12 പേർ മാത്രമാണ്. 2 സൈറ്റ് എഞ്ചിനീയർമാരും മാനേജരും പിന്നീട് 6-7 തൊഴിലാളികളും മാത്രമാണുള്ളത്. അത്രത്തോളം ഇത് ആധുനികമായി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. അതിനാണ് ഈ കൃഷി ഇത്രത്തോളം സമൃദ്ധമായി വലിയ നേട്ടമുണ്ടാക്കാനും കാരണം. All things is managed with technology, not for me. Tell me this is today it is hot. Now can irrigate, no problem. He send me a message and I do. I'm only here
doing what is the recommendation tell me of the satellites and all sensors here. If you need irrigation, irrigate. Now it is this site is 400 hectare. How many people work in it? This is 12 people only. Only 12 people. 12 only people. This is 5 engineer, 2 engineer for maintenance, and 5 laborers and 2 operators. 400 ഹെക്ടർ വിളവെടുപ്പിന് ഒരൊറ്റ കൊയ്ത്ത് യന്ത്രം മാത്രം. വിളവെടുപ്പിന് ആഴ്ചകൾക്ക് മുൻപേ യന്ത്രം സജ്ജം. ഈ വിളവെടുപ്പിന് ശേഷം നിലമൊരുക്കാനുള്ള കൂടുതൽ യന്ത്രങ്ങളും സ്ഥലത്തെത്തിക്കഴിഞ്ഞു. 400 ഹെക്ടറിൽ നിന്നും 880 ഹെക്ടറാക്കി കൃഷി വ്യാപിപ്പിക്കുമ്പോൾ ഒന്നിനും ഒരു കുറവുമുണ്ടാകില്ല. അതാണ് മുന്നൊരുക്കം, മുൻകൂട്ടി കാണൽ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ ഗോതമ്പ് പാടം വിളവെടുക്കും. 17 ലക്ഷം ടൺ ഗോതമ്പാണ് ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുക. ഏതാണ്ട് മെയ് ജൂൺ മാസങ്ങളിലായി നമ്മുടെ തീന്മേശകളിൽ ഷാർജയുടെ സ്വന്തം ഗോതമ്പെത്തും. ഇത് ഒരു ട്രയൽ മാത്രം. ഇപ്പോൾ 400 ഹെക്ടർ സ്ഥലം. ഇനി അടുത്ത ഘട്ടത്തിൽ അടുത്ത വർഷം ഇത് 880 ഹെക്ടർ ആകും. പിന്നീട് 2025 ആകുമ്പോഴേക്കും 1900 ഹെക്ടർ സ്ഥലത്താകും കൃഷി നടത്തുക. ഇതോടൊപ്പം തന്നെ 30 ഇനം വിത്തുകൾ ഇത്തവണ പരീക്ഷിച്ചിട്ടുണ്ട്. ഷാർജയിലെ മലീഹയിലെ ഈ മണ്ണിന് പറ്റിയ ഏത് വിത്ത് എന്നുകൂടി അറിയാൻ വേണ്ടിയാണ്. ഏറ്റവും അധികം വിളവ് തരുന്ന ആ വിത്തായിരിക്കും അടുത്ത ഘട്ടങ്ങളിൽ കൂടുതലായി ഉപയോഗിക്കുക. Yeah, inshallah, in the next season, this is the first stage, and inshallah in September we'll start another stage here to be 1,000 hectare from wheat in the next season here. കടലിൻ്റെ അടിത്തട്ടിൽ നിന്നും മുത്തും പവിഴവും വാരി ജീവിച്ചിരുന്ന ഒരു ജനതയുടെ ജീവിതം മാറിയത് എണ്ണ നിക്ഷേപം കണ്ടെത്തിയതോടെയാണ്. ഇത് ആ ജനതയുടെ അടുത്ത പരിണാമമാണ്. മരുഭൂമിയെ പാഴ്ഭൂമിയാക്കി തരിശിടാതെ മണ്ണിലേക്ക് മടങ്ങാം. കോവിഡും യുക്രൈൻ യുദ്ധവും അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ ലോകത്ത് ഭക്ഷ്യക്ഷാമം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ അൽ ഖാസ്മി കൃഷിയിലേക്ക് തിരിയാനുള്ള നിർദ്ദേശം നൽകിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മലീഹയിൽ ഈ 400 ഹെക്ടർ സ്ഥലത്ത് ഗോതമ്പ് കൃഷി ഇറക്കിയിട്ടുള്ളത്. ഇപ്പോൾ സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുകയാണ് ഈ ഗോതമ്പ് പാടം. UAE ഒരു വർഷം ഏതാണ്ട് 17 ലക്ഷം ടൺ ഗോതമ്പ് ഇറക്കുമതി ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങളിൽ നിന്നുമായി. ഷാർജയിൽ ഇത്തരത്തിൽ ഗോതമ്പ് കൃഷി വ്യാപിക്കുന്നതോടുകൂടി രാജ്യത്തേക്കുള്ള ഗോതമ്പിൻ്റെ ഇറക്കുമതിയും കുറയ്ക്കാൻ കഴിയും. മാത്രമല്ല മരുഭൂമി ഒരു പാഴ്ഭൂമിയല്ല എന്നും നമുക്ക് മനസ്സിലാക്കും.